സ്വാഗതം. ഞാൻ ഗോപിക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് വളരെയധികം ആഴത്തിൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യാനുള്ള അഫർമേഷനുകളാണ്. അതിനു മുൻപ് ഇന്നർ ചൈൽഡ് എന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാം. ഏറ്റവും ലഘുവായി പറയുകയാണെങ്കിൽ, പല കാലങ്ങളിലായി നമ്മുടെ ഉള്ളിൽ രൂപീകരിക്കപ്പെട്ട നമ്മുടെ പരിമിതമായ വിശ്വാസങ്ങളും നല്ലതും മോശവുമായ ഓർമ്മകളും അനുഭവങ്ങളും വികാരങ്ങളും പേടികളും ഇതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിലും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു കലവറയാണ് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. ഇത് ഒരു വ്യക്തിയുടെ ജീവിതം രൂപാന്തരപ്പെടുന്നതിൽ വളരെയധികം സ്വാധീനിക്കുന്നു. ഉദാഹരണം, നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും കേട്ടിരിക്കുന്നത് ഇങ്ങനെയാകാം: നിങ്ങൾ വളരെയധികം പാവപ്പെട്ടവനാണ്. സമ്പത്ത് ഉണ്ടാക്കുക എന്നത് നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും സാധിക്കാത്ത കാര്യമാണ്. ഇങ്ങനെ കേട്ടും കണ്ടും വളരുന്ന ഒരു കുട്ടിയുടെ വിശ്വാസങ്ങളും അതുപോലെ ആയി മാറും. അവൻ എപ്പോഴും തന്നെ ഒരു പാവപ്പെട്ടവനായി കാണും, പണം സമ്പാദിക്കാൻ കഴിയാത്തവനായി കരുതും. ഇതുപോലുള്ളവയെ പരിമിതമായ വിശ്വാസങ്ങൾ എന്ന് പറയാം. ഈ പരിമിതമായ വിശ്വാസങ്ങളിലാണ് ഒരാൾ ജീവിച്ചു പോകുന്നതെങ്കിൽ അയാളുടെ മുന്നിൽ ഏത് അവസരങ്ങൾ വന്നാലും അത് മനസ്സിലാക്കാനും സ്വീകരിക്കാനും അയാൾക്ക് സാധിക്കില്ല. ഈ സാഹചര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുന്നുവെങ്കിൽ, ഇത്തരമൊരു സാഹചര്യത്തിൽ വളർന്ന ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നതിന്റെ ആദ്യ പടിയാണ് ഈ പഴയ വിശ്വാസങ്ങളെ തകർത്തെറിയുക എന്നത്. നമുക്കറിയാം, നമ്മുടെ ഉപബോധ മനസ്സ് അനന്തവും അനന്തമായ സ്രോതസ്സും അനന്തമായ ശക്തിയുമാണ്. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നതല്ല, നമ്മുടെ ആഗ്രഹം നമ്മുടെ ഉപബോധ മനസ്സിൽ എത്തുമ്പോഴാണ് അത് സൃഷ്ടിക്കപ്പെടുന്നതും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതും. എന്നാൽ ഇന്നർ ചൈൽഡ് എന്നത് ഉപബോധ മനസ്സിലേക്കുള്ള ഏറ്റവും ശക്തമായ കവാടമാണ്. ഉപബോധ മനസ്സിലെ ഏറ്റവും ആഴത്തിലുള്ള തലങ്ങളിലേക്കുള്ള കവാടം. നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് അതിനെ ചോദ്യം ചെയ്യുകയോ സംശയിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം അവിടെ നിഷ്ഫലമാകുന്നു. ഇത് കേൾക്കുമ്പോൾ ഇന്നർ ചൈൽഡിനെ നിയന്ത്രിക്കുക, മനസ്സിലാക്കുക എന്നത് എളുപ്പമല്ല എന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ നമ്മുടെ ബോധ മനസ്സിന് അതിനെ നിയന്ത്രിക്കാനും നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരാനുമുള്ള കഴിവുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റത്തിനായി തുടർച്ചയായ നിർദ്ദേശങ്ങളും ധൈര്യവും ആത്മവിശ്വാസവും നൽകി നമ്മുടെ ഇന്നർ ചൈൽഡിനെ നമ്മുടെ ഉയർച്ചയ്ക്കായി മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ശക്തമായ അഫർമേഷൻ നിങ്ങളുടെ ഉള്ളിലെ പരിമിതമായ വിശ്വാസങ്ങളെ തകർക്കാനും ഭയങ്ങളെ പുതിയ അനുഭവങ്ങളിലൂടെ മാറ്റി നിർമ്മിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന് വേണ്ടിയുള്ള പുതിയ അനുഭവങ്ങളിലേക്ക് വഴി തുറക്കാനും സഹായിക്കും. ഈ അഫർമേഷൻ ആരംഭിക്കുന്നതിനു മുൻപ് നിങ്ങളുടെ ആഗ്രഹങ്ങളും അതിനോടുള്ള നിങ്ങളുടെ ഇന്നർ ചൈൽഡിന്റെ ഭാവങ്ങളും മനസ്സിലാക്കുക. അങ്ങനെ ചെയ്താൽ ശരിയായ നിർദ്ദേശങ്ങൾ നൽകാനും നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ശരിയായ രീതിയിൽ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. വരൂ, നമുക്ക് ആഴത്തിലുള്ള അഫർമേഷനിലേക്ക് കടക്കാം. ഇത് തുടർച്ചയായി 21 ദിവസം ഉറങ്ങുന്നതിന് മുൻപ് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതിന് സാധിക്കും. ഓരോ വാക്കുകളും അതിൻ്റെ ആഴത്തോടുകൂടി മനസ്സിലാക്കി പറയുക. ഞാൻ എന്നെ കാണുന്നു.
ഞാൻ എന്നെ കേൾക്കുന്നു. ഞാൻ എന്നെ മനസ്സിലാക്കുന്നു. ഞാൻ എന്നെ കാണുന്നു. ഞാൻ എന്നെ കേൾക്കുന്നു. ഞാൻ എന്നെ മനസ്സിലാക്കുന്നു. എൻ്റെ ഉള്ളിലെ എന്നെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെയും ഭയങ്ങളെയും ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ഉള്ളിലെ എന്നെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെയും ഭയങ്ങളെയും ഞാൻ തിരിച്ചറിയുന്നു. എന്നാൽ ഈ നിമിഷം മുതൽ എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമാകുന്ന എല്ലാ പരിമിതമായ വിശ്വാസങ്ങളെയും ഭയങ്ങളെയും ഞാൻ അതിശക്തമായി നേരിടുന്നു. അവ തകർത്തെറിയുന്നു. എൻ്റെ ഉള്ളിലെ എല്ലാ പരിമിതമായ വിശ്വാസങ്ങളെയും ഭയങ്ങളെയും ഞാൻ അതിശക്തമായി നേരിടുന്നു. അവയെ തകർത്തെറിയുന്നു. എൻ്റെ ഏറ്റവും മികച്ച സാധ്യതകൾക്കായി പുതിയ അനുഭവങ്ങളെയും അവസരങ്ങളെയും ഞാൻ ധൈര്യപൂർവവും സന്തോഷപൂർവവും എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഏറ്റവും മികച്ച സാധ്യതകൾക്കായി പുതിയ അനുഭവങ്ങളെയും അവസരങ്ങളെയും ഞാൻ ധൈര്യപൂർവവും സന്തോഷപൂർവവും എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ട എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ എനിക്ക് നൽകുന്നു. എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ട എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ എനിക്ക് നൽകുന്നു. എൻ്റെ മാറ്റത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ എനിക്ക് നൽകുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ധർമ്മം എന്നത് എൻ്റെ യഥാർത്ഥ ആഗ്രഹങ്ങളെ തിരിച്ചറിയുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള വഴി കണ്ടെത്തുകയും അത് പ്രാപിക്കപ്പെടുകയും ചെയ്യുന്നത് എൻ്റെ ഉപബോധ മനസ്സിന്റെ ധർമ്മമാണ്. ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ധർമ്മം എന്നത് എൻ്റെ യഥാർത്ഥ ആഗ്രഹങ്ങളെ തിരിച്ചറിയുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള വഴി കണ്ടെത്തുകയും അത് പ്രാപിക്കപ്പെടുകയും ചെയ്യുന്നത് എൻ്റെ ഉപബോധ മനസ്സിന്റെ ധർമ്മമാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ അതിശക്തമായ പവറിൽ വിശ്വസിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ ഏറ്റവും മികച്ചത് അർഹിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ ഏറ്റവും മികച്ചത് അർഹിക്കുന്നു. ഞാൻ സ്നേഹം അർഹിക്കുന്നു. ഞാൻ സ്നേഹം അർഹിക്കുന്നു. ഇതുവരെ ഞാൻ അനുഭവിച്ച പരിമിതമായ വിശ്വാസങ്ങളെയും മുൻകാല അനുഭവങ്ങളെയും ഞാൻ സമാധാനത്തോടുകൂടി വിട്ടുകളയുന്നു. ഇതുവരെ എന്നിലുണ്ടായിട്ടുള്ള പരിമിതമായ വിശ്വാസങ്ങളെയും മുൻകാല അനുഭവങ്ങളെയും ഞാൻ സന്തോഷപൂർവവും സമാധാനപൂർവവും എന്നിൽ നിന്നും വിട്ടുകളയുന്നു. തീവ്രമായ സ്നേഹത്തിലേക്കുള്ള വഴികൾ എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്നു. എനിക്ക് ഏറ്റവും മികച്ചതും ശരിയായതുമായ ആളുകൾ,
സ്വാഭാവികമായും എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു. എനിക്ക് ഏറ്റവും മികച്ചതും ശരിയായ ആളുകളും എന്നിലേക്ക് സ്വാഭാവികമായി ആകർഷിക്കപ്പെടുന്നു. സ്നേഹത്തിന്റെ എല്ലാ ഭാവങ്ങളും എന്നിലേക്ക് ഒഴുകുന്നു. സ്നേഹത്തിന്റെ എല്ലാ ഭാവങ്ങളും എന്നിലേക്ക് ഒഴുകുന്നു. എപ്പോഴും എവിടെയായാലും സ്നേഹം എന്നിലേക്ക് സ്വാഭാവികമായി ഒഴുകുന്നു. എപ്പോഴും എവിടെയായാലും സ്നേഹം എന്നിലേക്ക് സ്വാഭാവികമായി വരുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. ഞാൻ എൻ്റെ പഴയ കാലങ്ങളോടും അനുഭവങ്ങളോടും ക്ഷമിക്കുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ക്ഷമിക്കുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ക്ഷമിക്കുന്നു. ഞാൻ എൻ്റെ തെറ്റുകളോട് ക്ഷമിക്കുന്നു. ഞാൻ എൻ്റെ തെറ്റുകളോട് ക്ഷമിക്കുന്നു. ഇതെല്ലാം സമാധാനപൂർവം ഞാൻ എന്നിൽ നിന്നും വിട്ടുകളയുന്നു. ഇതെല്ലാം സമാധാനപൂർവം ഞാൻ എന്നിൽ നിന്നും വിട്ടുകളയുന്നു. സ്നേഹത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പുതിയ അനുഭവങ്ങളുടെ അവിശ്വസനീയമായ അവസരങ്ങൾ എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്നു. സ്നേഹത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അപ്രതീക്ഷിതമായ ഉറവിടങ്ങൾ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നു. സ്നേഹത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അപ്രതീക്ഷിതമായ ഉറവിടങ്ങൾ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നു, എന്നിലേക്ക് വന്നു ചേരുന്നു. സ്നേഹത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അപ്രതീക്ഷിതമായ ഉറവിടങ്ങൾ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നു, എന്നിലേക്ക് വന്നു ചേരുന്നു. ഞാൻ എൻ്റെ ഉന്നമനത്തിനായി എൻ്റെ ചിന്തകളെയും ശീലങ്ങളെയും എളുപ്പത്തിൽ മാറ്റിയെടുക്കുന്നു. ഞാൻ എൻ്റെ ഉന്നമനത്തിനായി എൻ്റെ ശീലങ്ങളെയും ചിന്തകളെയും മാറ്റിയെടുക്കുന്നു. ഞാൻ എൻ്റെ ഉന്നമനത്തിനായി എൻ്റെ ചിന്തകളെയും ശീലങ്ങളെയും എളുപ്പത്തിൽ മാറ്റിയെടുക്കുന്നു. ഞാൻ എന്നെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.